ഹലോ, അപ്പോൾ ഇന്ന് വൈറൽ പ്രോഡക്ട്സ് റിഗ്രറ്റ്സ് പാർട്ട് 2. പാർട്ട് 1 കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് വൺ, ട്രെസമെ ഷാംപൂ വിത്ത് റൈസ് വാട്ടർ. ഇത് ഡാമേജ് റിക്കവറി ഷാംപൂ ആണ് എന്നാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഫോർ ഡൾ ആൻഡ് ഡ്രൈ ഹെയർ. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഈവൻ മോർ ഫ്രിസി ആൻഡ് ഡ്രൈ ആയിട്ടേ ഉള്ളൂ. ഹെയർ നല്ലോണം റഫ് ആയിട്ടുണ്ട്, ഭയങ്കര മോശം ടെക്സ്ചർ ആയിട്ടാണ് എൻ്റെ ഹെയർ മാറിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 717 റുപ്പീസാണ്. നെക്സ്റ്റ് വൺ, വിഷ് കെയറിൻ്റെ ഈ അക്വാ ഫ്രഷ് അണ്ടർ ആം റോൾ ഓൺ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്മെല്ല് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണിത്. പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല. മാത്രമല്ല ഇവർ ക്ലെയിം ചെയ്യുന്ന പോലെ പിഗ്മെൻറ്റേഷൻ ഒന്നും റെഡ്യൂസ് ആകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 റുപ്പീസാണ്. നെക്സ്റ്റ് വൺ, മേബിലിൻ്റെ ഈ സ്കിൻ ടിൻറ്റ്. ഈ ഒരു ടിൻറ്റ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ടിൻറ്റാണ്. ഇത് ഡെയിലി യൂസിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാങ്ങിയിട്ടൊരു 3-4 വീക്സ് ആയപ്പോഴേക്കും ഇതിനൊരു വാട്ടറി ടെക്സ്ചർ പോലെയാണ് എനിക്ക് തോന്നിയത്. അതിന് എൻ്റെ പ്രോഡക്റ്റിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പം വാട്ടറും പ്രോഡക്റ്റും സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 449 റുപ്പീസാണ്. നെക്സ്റ്റ് വൺ, ഗാർണിയറിൻ്റെ ഇൻവിസിബിൾ എയർ മിസ്റ്റ് സ്പ്രേ സൺസ്ക്രീൻ. ഞാൻ പല ഇൻഫ്ലുവൻസിൻ്റെയും ഹൈപ്പ് കണ്ട് വാങ്ങിയൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രോഡക്റ്റ് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ വാങ്ങിയൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതെനിക്ക് വർക്കായിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. റീഅപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്ന് നല്ലോണം ഓയിലി ആക്കുന്നുണ്ട്. അത് മാത്രമല്ല റീഅപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർസിൻ്റെ മുകളിൽ ഈ മിസ്റ്റ് ഇരിക്കുന്നത് നോട്ടീസബിൾ ആണ്. പിന്നെ ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് വർത്ത് ദ ഹൈപ്പ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 റുപ്പീസാണ്. നെക്സ്റ്റ് വൺ, ഹൈഫൻ്റെ ഈ ഒരു ലിപ് ബാം. ഇതിൻ്റെ വേർസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കെമിക്കൽ ടേസ്റ്റാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിയേർഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ എന്തോ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഇടുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. അത് മാത്രമല്ല ഇത് ക്ലെയിം ചെയ്യുന്ന പോലെ ലിപ് പിഗ്മെൻറ്റേഷൻ ബ്രൈറ്റൻ ആക്കുന്ന പോലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്കങ്ങ് ഹൈഡ്രേഷനും ഇത് തരുന്നില്ല. 399 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസിന് ഇതിലും ബെറ്റർ ആയിട്ട് ഉള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഫോക്സ്ടെയിലിൻ്റെ റാപ്പിഡ് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സ്. എഗെയിൻ ഹൈപ്പ് കണ്ടിട്ട് വാങ്ങിയ ഒരു സെറമാണിത്. ഇത് യൂസ് ചെയ്തിട്ട് പോഴ്സ് ഒക്കെ ഒന്നുകൂടെ വിസിബിൾ ആവുന്നതായിട്ടാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. മാത്രമല്ല ക്ലെയിം ചെയ്യുന്ന പോലെ ആക്നെമാസ് ഒന്നും അങ്ങോട്ട് റെഡ്യൂസ് ആകുന്നില്ല. മൊത്തത്തിൽ ജസ്റ്റ് ഒരു ലൈറ്റായിട്ടുള്ളൊരു ഹൈഡ്രേറ്റിംഗ് സെറം അത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഇറ്റ് നോട്ട് വർത്ത് ദ ഹൈപ്പ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 595 റുപ്പീസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏതൊക്കെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്